അപ്പോൾ പറയാം നേടാം പണം നേടാം ഈ ഷോയിൽ ആര് വന്നാലും അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. ഒരു പതിവാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് അങ്ങോട്ട് തരട്ടെ. കല്യാണ ദിവസത്തിൽ ഭർത്താവ് ചെയ്യും, പക്ഷെ അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും ഭാര്യ ചെയ്യും. ഒരു ക്ലൂ. അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? പോവാറുണ്ട്. ഉണ്ട്. അപ്പൊ അവിടുന്ന് മൂകാംബിയയിൽ പോയി കഴിഞ്ഞാൽ എന്താ പ്രസവം? ലഡു. എപ്പോഴും തിന്നുന്നതേ ഓർമ്മയുള്ളല്ലേ. ശരി, ദേവീ ക്ഷേത്രത്തിൽ പോയാൽ എന്താണ് തരുന്നത്? സിന്ദൂരം. സിന്ദൂരം തൊടാ. ആണോ? കറക്റ്റ്. അത്രയല്ലേ ഉള്ളു, ആദ്യത്തെ ദിവസമല്ലേ ഉള്ളു. ചോദ്യം സരയൊന്ന് തൊട്ട് നോക്കി ഇവിടെ വെച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. കല്യാണ ദിവസം ഭർത്താവ് ചെയ്യും, പിന്നെ ഭാര്യ ചെയ്യില്ല എന്നായിരുന്നെങ്കിൽ പിന്നെ കിട്ടിയേനെ. ഓക്കെ, കേറി വാടാ മക്കളയിൽ 4ാമത്തെ ചോദ്യം കേട്ടോളൂ. ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം മോളെ. സിനിമയിൽ ഈ ഡയലോഗ് പറയുന്നത് ആരാണ്? എ ജയറാം, ബി സുരേഷ് ഗോപി, സി കലാഭവൻ മണി. ജയറാമേട്ടൻ ആണല്ലേ? ജയറാമേട്ടൻ. എ ജയറാം. ഓക്കെ, ഞാൻ ജയറാമിനെ പൂട്ടി വെച്ചവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ നമ്മുടെ സനലിന് ആഹാരപ്രിയനാണോ? അത്യാവശ്യം ആണ്. ഫുഡിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഫുഡിക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഓ, ഞാൻ വീട്ടിൽ സാധാരണ ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അല്ല, ഞാൻ ഏതോ യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കണ്ടായിരുന്നു പുട്ടും കടലയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സരിക്കുന്നുണ്ട്. പുട്ടും കടലയും എന്റെ ഫേവറേറ്റ് ആണ്. സനലിന് പുട്ട് ഇഷ്ടമേ അല്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ എനിക്ക് പുട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നെ പഴമില്ലേ, ഈ പഴം ഇട്ടിട്ട് പിന്നെ കുഴയ്ക്കുമ്പോ ഈ കൈയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ചാടും. പിന്നെ പിന്നെ കടലയാണെന്നുണ്ടെങ്കിൽ പിന്നെ കടലയുടെ തൊലിയില്ലേ, തൊലി എടുത്ത് കളയാൻ ഭയങ്കര മെനക്കെടും. ഇഡലി ആണെങ്കിൽ അങ്ങോട്ട് ഇട്ട് കഴിക്കുക. സനലും ഇഡലി ദോശ പ്രിയനാണ്. എനിക്ക് ദോശ ഇഷ്ടമല്ല, ഞാൻ പുട്ട് കടലയുടെ ആളാണ്. എ ജയറാം. ജയറാം ഞാൻ ആക്ഷൻ വരെ പറഞ്ഞില്ലേ, ഞാൻ ഇനി എടുക്കുവാന്ന് വരെ പറഞ്ഞില്ലേ. പക്ഷെ ജയറാമേട്ടനും മഞ്ജു ചേച്ചിയും കൂടിയുള്ള സീനില് പറയുന്ന ഡയലോഗ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ജയറാം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചു. വെരി ഗുഡ്. കേറി വാടാ മക്കളയിൽ 5ാമത്തെ ചോദ്യം. ചിത്രത്തിൽ ബത്ലഹേം എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? എ നീലഗിരി, ബി ചന്ദ്രഗിരി, സി സ്ഥലപ്പേര് പറയുന്നില്ല. ഓപ്ഷൻ ബി ചന്ദ്രഗിരി. ചന്ദ്രഗിരി ഉറപ്പാണല്ലോ. ബി ചന്ദ്രഗിരി ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരാണ്? അച്ഛൻ. അച്ഛൻ. എന്തുകൊണ്ടാണ്? എല്ലാ പെൺമക്കൾക്കും അച്ഛന്മാരോടൊരു ഇഷ്ടം കൂടുതലുണ്ടാവും. പിന്നെ അച്ഛന് നടക്കാണ്ട് പോയ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ. അതൊക്കെ അച്ഛൻ ചെറിയ രീതിയിൽ എന്നിലൂടെ സന്തോഷിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛന് NCCയിൽ ചേരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഓ, അപ്പൊ അന്ന് മുത്തശ്ശൻ. ഞാനും NCC ചേർന്നായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് മറ്റേ ഏത്തപ്പഴം മുട്ടയും കിട്ടും. സത്യം, എനിക്കതായിരുന്നു ഏറ്റവും വലിയ ഇൻട്രസ്റ്റ്. 2 ബ്രെഡ്, ഒരു മുട്ട, ഒരു ഏത്തപ്പഴം. ഞങ്ങളുടെ അവിടെ ഉണ്ണിയപ്പം കൂടെ കിട്ടുമായിരുന്നു. പിന്നെ അപ്പൊ NCC ചേരണമെന്ന് അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. മുത്തശ്ശൻ സമ്മതിച്ചില്ല. അപ്പൊ അത് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ NCC ചേരുന്നത്. പക്ഷെ അത് എനിക്ക് തന്നിട്ടുള്ള ഒരു ലൈഫിലെ വേറൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. NCC കൊണ്ടുവന്നൊരു ചിട്ട ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ പുസ്തകങ്ങൾ, എഴുത്ത്, വായന ഒക്കെ അതിലേക്ക് നമ്മളെ നയിച്ചത് അച്ഛനാണ്. ഏറ്റവും അടുപ്പമുള്ള വ്യക്തി അച്ഛൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ബി ചന്ദ്രഗിരി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു വൺ 10,000 rupees നൗ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്താണ് ഒരു ഹസ്ബൻഡ് സനലിൻ്റെ സിനിമാ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാസ്റ്റിങ്ങിനൊരു പെൺകുട്ടിയെ തേടിപ്പോയിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇടപെടാറില്ല, ഞാൻ അതിനകത്തോട്ട് നോക്കാറേ ഇല്ല എന്ന് ഒരു കള്ളം പറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം.
അപ്പൊ അതിന് പഴനിയാണ്ടവനെ ഒന്നും പിടിക്കണ്ട. കാരണം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലും ബാക്കി എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും സരയു കൈ കടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കൈ കടത്തുന്നു എന്നൊക്കെയോ? അർത്ഥം മാറിപ്പോയി. കൈ കടത്തുന്നു എന്ന് പറഞ്ഞാൽ കയറി പിടിക്കുന്നു എന്നല്ല, അതായത് ഇൻവോൾവ്മെന്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, ഞങ്ങൾ സജഷൻസ് പറയും, ഇന്ന ആളാണ് എങ്ങനെ ഉണ്ടാവും നോക്കൂ, എങ്ങനെയാണെങ്കിൽ നോക്കൂ എന്നൊക്കെ. ചിലപ്പോൾ സനലിന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ഹീറോയിൻ ആയിട്ട് വരുന്നത്. അത് പണ്ട് സരിയുമായിട്ട് ശേലം പ്രശ്നമുള്ള ആളാണ്. എങ്കിലെന്ത് ചെയ്യും? അതൊന്നും എന്റെ വിഷയമല്ല. സിനിമ വേറെ, ജീവിതം വേറെ. പിന്നെ പേഴ്സണലി എനിക്ക് അങ്ങനെ ആരുമായിട്ടും പ്രശ്നമൊന്നുമില്ല. ആ കാര്യം നമുക്ക് സനലിനടുത്ത് ചോദിക്കുന്നല്ലേ നല്ലത്. ഭഗവാനെ, എല്ലാവരെയും വിളിക്കേണ്ടി വരും. ഗുരുവായൂരപ്പ വാണിയാട്ടോ. നമുക്ക് സനലും കൂടെ വരുമ്പോൾ നമുക്കത് ചോദിക്കാം. എന്തായാലും ഇന്നിവിടെ സമയം തീർന്നിരിക്കുകയാണ്. നാളെ സനലിനെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് നേരിട്ടങ്ങ് ചോദിക്കാം, എങ്ങനെയാണ് ഈ സരയു ഇതിനകത്ത് ഈ കൈ കടത്തുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് കാസ്റ്റിങ്ങിനകത്ത് വേണ്ട വേണം എന്ന് പറയുന്നത്, ഇതൊക്കെ അറിയണമല്ലോ. ഓക്കെ.